ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കർമ്മ വേൾഡ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സന്തോഷത്തോടെ ഞാൻ എൻ്റെ ആത്മാർത്ഥമായ സ്നേഹം അർപ്പിക്കുന്നു. സ്നേഹം മാത്രം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഫുഡൊക്കെ കഴിക്കുക, വെള്ളം കുടിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. ഓക്കെ, ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ലോകത്തേക്കാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ളൊരു പ്രതിഭാസമാണ് ഫ്രണ്ട്ഷിപ്പ്. അത് അമിതമായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, കമോൺ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ട്. അന്നുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ തീവ്രത ഇന്നൊട്ടുമില്ല. ശരിയല്ല ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് നിഷ്കളങ്കമായ സ്നേഹവും സന്തോഷവും കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് ഫേക്കാണ്. ഫേക്ക് പീപ്പിൾസാണ് മൊത്തം എന്ന് ഞാൻ പറയും. പക്ഷേ നല്ല ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അതിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുന്നവർ ഇതിൽ ബുദ്ധിമുട്ട് തോന്നരുത് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. കാരണം ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എങ്കിൽ കൂടുതലും ഫേക്കായിട്ടുള്ള ഫ്രണ്ട്സാണ്. ചിലർക്ക് അത് അറിയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ മനസ്സിലാക്കാനും എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ച് താമസം വരും. പക്ഷേ ആ താമസം വരുന്ന സമയത്ത് 8ൻ്റെ പണി അവർക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നല്ല ബോധത്തോടു കൂടി തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഫ്രണ്ട്സ് മൂലം 8ൻ്റെ പണി വാങ്ങിച്ചിരിക്കുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സുകൾക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പം ആദ്യം നമ്മളുടെ കുറവുകൾ അറിഞ്ഞ് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സമയം തരുന്ന ഫ്രണ്ട്സാണോ എന്ന് നിങ്ങൾ നോക്കണം. അത് പെട്ടെന്ന് കിട്ടത്തില്ല, നമുക്ക് കുറച്ച് നാളാകുമ്പോൾ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ടോ? അതായത് അവരുടെ കാര്യങ്ങൾക്ക് മാത്രം നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണവും നിങ്ങളുടെ വ്യക്തിത്വവും എല്ലാം അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൊടുക്കാൻ മാത്രമാണോ? അല്ലെങ്കിൽ അതേ ടൈമിൽ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നുകൂടി നോക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഹൈ ക്ലാസ് ഫാമിലിയിലുള്ളവരാണെങ്കിൽ അവരോട് ഒരിക്കലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കുക. അല്ലെങ്കിൽ അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സൗകര്യം കിട്ടിയെന്ന് വരത്തില്ല. കാരണം അതിന് പൈസ ആടാ, ഇതിന് പൈസ ആടാ, അല്ലെങ്കിൽ അതിന് പൈസ താടി, ഇതിന് പൈസ താടി എന്ന് ആണായാലും പെണ്ണായാലും കേട്ടോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. സ്നേഹം വെച്ച് നമ്മളത് കൊടുക്കുകയും ചെയ്യും, അത് വേറൊരു കാര്യം. ഫ്രണ്ട്ഷിപ്പിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന നല്ലവരായ ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. അപ്പം അത് മുതലെടുക്കാനായിട്ട് ഒരുത്തിനെയും സമ്മതിക്കാൻ പാടില്ല. അത് മുതലെടുക്കാൻ അനുവദിച്ചുകൂടാ. ഇതിൽ മെയിൻ വില്ലൻ ആരാന്നറിയോ? ക്യാഷാണ് മെയിൻ വില്ലൻ. ഇതേ സമയം അവർക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ വിഷമിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിഷമിക്കുന്ന ആ സമയത്ത് നമ്മൾ ക്യാഷ് ചോദിച്ചാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ ഹെൽപ്പ് ചോദിച്ചാലോ ചിലർ പറയും അയ്യോ ഭയങ്കര തിരക്കാണ്, അതാണ് ഇതാണ്. ചിലർ ഫോൺ പോലും എടുക്കത്തില്ല. ശരിയാണോ? പക്ഷെ നമ്മളവരെ അകമഴിഞ്ഞ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളവരായിരിക്കാം ചിലപ്പോൾ. പക്ഷേ നിങ്ങൾ തിരിച്ചൊരു ചൂണ്ട അങ്ങോട്ടിട്ട് നോക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ തന്നെയും എടാ എൻ്റെ പൈസ ഇല്ല, എനിക്കൊരു അത്യാവശ്യമുണ്ട് എന്ന് ചോദിക്കുമ്പം ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നൊന്നും നിങ്ങളൊന്ന് അറിഞ്ഞു നോക്കുക. ആരും ചെയ്യത്തില്ല. ഫോൺ ഓഫാക്കി വെച്ചിട്ട് അവരവരുടെ പാട്ടിന് പോകും. അതുകൊണ്ട് ഒരുത്തരും അങ്ങനെ മണ്ടൻ കളിക്കാതിരിക്കുക. ഒരാളുടെ മുമ്പിൽ മണ്ടനായി നിൽക്കാൻ പാടില്ല. കുറേ അബദ്ധങ്ങളൊക്കെ പറ്റും, ശരിയാണ്. പിന്നെ അവർക്ക് മനസ്സിലാകണം നമുക്ക് അവരെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് അവരെ എന്താണെന്ന് നമ്മൾ മുതലെടുക്കുന്ന എന്തുകൊണ്ടാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നറിയുമ്പോൾ അവരെ പതുക്കെ അങ്ങോട്ട് ഒഴിവാക്കി വിടുക. ഒഴിവാക്കുന്നവരെ വെട്ടി തുറന്ന് അടിച്ച് അവരോട് പറയാനൊന്നും പോകണ്ട. പതുക്കെ മാറുക, പുറകിലേക്ക് മാറുക. നമുക്കതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ ലൈഫ് നശിച്ചുകൊണ്ടേ ഇരിക്കും. ആ സമയത്ത് നമ്മുടെ വീട്ടുകാരെ സ്നേഹിച്ച് നമുക്ക് അമ്മ, അച്ഛൻ, കൂടപ്പിറപ്പുങ്ങളെ, പിന്നെ നമ്മുടെ റിലേഷനിൽപ്പെട്ടവരെ, അവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ കാണും. ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംഭവം ഫേക്കായിട്ടുള്ളവരെ പ്രത്യേകം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോകും.
വേറൊന്നെന്ന് പറയുന്നത് അവർ നമുക്ക് തരുന്ന പരിഗണന അവരുടെ സമയം അത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ എന്ത് സാഹചര്യം ഉണ്ടായാലും അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മുടെ ഒപ്പം ക്യാഷ് കൊണ്ടല്ലെങ്കിൽ പോലും മൈൻഡ് കൊണ്ട് അവർ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മൈൻഡ് പവറാക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം അത് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാത്തിനും ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ ഗ്യാങ്ങിനെ പഠിപ്പിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ നമ്മൾ തന്നെ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയാലും അല്ലെങ്കിൽ ഒരു ഫിലിം കാണാൻ പോയാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോയാലും നമ്മൾ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്യാഷ് എടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ പോക്കറ്റ് കാലിയായിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അവരുടെ മുമ്പിൽ നമ്മൾ വലിയ ആളാണ്, നമ്മുടെ കയ്യിലുണ്ട് എന്ന് കാണിക്കാനായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പൊക്കോണ്ടേയിരിക്കും. പിന്നെ അവർ നമ്മൾ ചോദിച്ചാലും അവർ ഷെയർ ചെയ്യത്തില്ല. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യട്ടെ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെയുള്ള വ്യക്തികളാണ് എല്ലാവരും. ഇപ്പം ഞാനാണേലും എൻ്റെ ഫ്രണ്ട്സിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്നെപ്പോലെ തന്നെയാണ് ബാക്കിയുള്ള വ്യക്തികളും. ബാക്കിയുള്ള ഫ്രണ്ട്സിനുള്ള പോലെ തന്നെ സാഹചര്യങ്ങളും കുറവുകളും വിഷമതകളും ഒക്കെ എനിക്കുമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി പെരുമാറണം. പിന്നെ നമ്മൾ അവരുടെ മുമ്പിൽ ഒരുപാട് ആത്മാർത്ഥത കാണിക്കാൻ പാടില്ല. നമ്മൾ കുറേ ആത്മാർത്ഥത ഉള്ളവരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ ആത്മാർത്ഥതയെ മുതലെടുക്കാൻ നോക്കും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. കൂടുതൽ ആത്മാർത്ഥതയ്ക്കൊന്നും പോകാതിരിക്കുകയാണ് നല്ലത്. എന്നാൽ അതേസമയം നമ്മളെ ചേർത്ത് നിർത്തുന്ന കുറേ ഫ്രണ്ട്സുണ്ട് നമുക്കറിയാമല്ലോ. കുറേ നാളായിട്ട് നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ്. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളോട് നമ്മുടെ നല്ല കാലത്തും നമ്മുടെ മോശം അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനെയൊക്കെ നെഞ്ചോട് കൂട്ടിച്ചേർത്ത് നിർത്തിക്കോണം. പല സമയത്തും നമ്മുടെ വീട്ടുകാർ ശരിക്കും നമ്മുടെ അമ്മയായിരിക്കും പറയുന്നത്, ഇത് ശരിയാവില്ല, അങ്ങനെ ആകരുത്, ഇങ്ങനെ ആകരുത് എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ഫ്രണ്ട്ഷിപ്പിന് അങ്ങ് ആത്മാർത്ഥത കൂടി പോകുമ്പം നമ്മളതൊന്നും കേൾക്കാനുള്ളൊരു സന്മനസ് കാണിക്കാറില്ല. അത് നമ്മുടെ തെറ്റല്ല. നമുക്ക് ഫ്രണ്ട്ഷിപ്പായിരിക്കും മുഖ്യം. നമ്മുടെ വീട്ടുകാരെക്കാട്ടിലും കൂടുതലും മുഖ്യം കൊടുക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിന് തന്നെ ആയിരിക്കാം. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് വള്ളിക്കേസുകളും 8ൻ്റെ പണികളും 18ൻ്റെ പണികളും ഒക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവമേ അന്ന് വീട്ടുകാർ പറഞ്ഞത് കേട്ടാൽ മതിയല്ലോ എന്ന്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് വീട്ടുകാർ പറയുന്നതും ഇടയ്ക്കൊക്കെ കേൾക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ചിലപ്പം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും. ഫ്രണ്ട്സ് നമുക്ക് ക്യാഷ് ഇല്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് ക്യാഷ് കുറവാണെന്ന് അറിയുന്ന സമയത്തും ഒക്കെ ഫ്രണ്ട്സ് നമ്മളിൽ നിന്ന് അകന്നു പോകും. കാരണം നമ്മുടെ നല്ല കാലമല്ല അത്. അപ്പം നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് നമ്മുടെ വീട്ടുകാർ മാത്രമേ കാണത്തുള്ളൂ. ശരിയല്ലേ? നിങ്ങളെവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന ആ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പം അവിടെയാണ് നിങ്ങൾ ജയിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. ആരുമില്ലെങ്കിലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. പിന്നെ കുറേ തിരിച്ചറിവുകൾ നിങ്ങൾക്കുണ്ടാവും. അതൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേ പഠിക്കത്തുള്ളൂ. അപ്പം നമ്മൾ അവിടെ തളർന്നു പോകാതെ നിങ്ങളിലുള്ള ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം. ഞാൻ എൻ്റെ കാര്യം കൂടി ഉൾപ്പെടുത്തിയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. എന്നെയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് മൂലം. അതുകൊണ്ട് ഞാനിപ്പം അധികം ഫ്രണ്ട്സിനെ കൂട്ടാറില്ല. എനിക്ക് എൻ്റെ ഒരു കാര്യങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നതിനെക്കാട്ടിലും നന്നായിട്ട് ഒറ്റയ്ക്കാകുമ്പോഴാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എൻ്റെ കൂടി നല്ല കുറച്ച് ഫ്രണ്ട്സ് അവരെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. അവരെ എനിക്ക് മറക്കാൻ പറ്റില്ല. അവർ എൻ്റെ നല്ലതിന് വേണ്ടി, എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും എൻ്റെ നല്ലതിന് വേണ്ടിയും കൂട്ടി നിൽക്കുന്ന ഫ്രണ്ട്സാണ്. അവരെ ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ടില്ല. അവരെ ഞാൻ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ വർക്കിന് വരുന്നുണ്ട്. എല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന സമയത്ത് ആകെ പ്രശ്നങ്ങളായിരുന്നു, പുലിവാല് കാര്യങ്ങൾ. നമുക്ക് എന്താ അതിന് പറയുക, ആകെ ടെൻഷനായി ഡിപ്രഷൻ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. കാരണം നമുക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലി പരമായിട്ടൊക്കെ നമുക്കൊക്കെ കാണും. അപ്പം നമുക്ക് കടങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പം ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് വന്നു കഴിയുമ്പം നമ്മുടെ ലൈഫിൽ അത് സ്റ്റക്കായിട്ട് നിൽക്കും. നമുക്ക് മുന്നോട്ട്
പോകാനായിട്ട് പറ്റില്ല. അപ്പം ദൈവമായിട്ട് അവരെ മാറ്റി തരുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മാറ്റുകയാണെങ്കിൽ അത് ഒരിക്കലും അതിൽ വേദനിച്ച് നിൽക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പൊരുതി മുന്നേറണം. ആ ഒറ്റപ്പെടലിൻ്റെ സുഖം നിങ്ങൾ അറിയണം, നമ്മളെല്ലാവരും അറിയണം. അപ്പം അതിലേക്ക് നമുക്ക് മുന്നോട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മളെവിടെയാണോ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നല്ല ഫ്രണ്ട്സ് കയറി വരും ജീവിതത്തിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പല വർഷങ്ങളായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. വളരെ ചുരുക്കം പേരെ അങ്ങനെ കാണത്തുള്ളൂ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്തുള്ള ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഓർക്കും, അയ്യോ ഇവരായിരിക്കും എൻ്റെ ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവരായിരിക്കും എൻ്റെ ഫ്രണ്ട്സ്. അപ്പം സ്കൂളിലെ ഫ്രണ്ട്സ് പോയി, കോളേജിലെ ഫ്രണ്ട്സായി വന്നു. അപ്പോൾ അവരായിരിക്കും എൻ്റെ ലൈഫിൽ എപ്പോഴും കാണുന്നത്, ലൈഫ് ലോങ് എൻ്റെ കൂടെ നിൽക്കും എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ പുതിയ ഫ്രണ്ട്സാകും, നമ്മൾ ജീവിതത്തിലേക്ക് കടക്കും, നമ്മുടെ ബാധ്യതകളുള്ള ജീവിതത്തിലേക്ക് കടക്കുമ്പം നമ്മളെ കണ്ടുമുട്ടുന്ന ആൾക്കാർ എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ വരുന്നവരെല്ലാവരും ആത്മാർത്ഥതയുള്ളവരാണെന്ന് വിചാരിക്കരുത്. അത് നമുക്ക് വരുന്ന ഏറ്റവും വലിയ തെറ്റാണ്. പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമുക്ക് ഇപ്പം നമ്മുടെ ലൈഫിൽ നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രണ്ട്സ് പറയുന്ന തീരുമാനങ്ങൾ നമ്മൾ എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് ഫ്രണ്ട്സ് അവോയ്ഡ് ചെയ്ത എല്ലാ നല്ല മനസ്സുകളും വിഷമിക്കാതിരിക്കുക. നിങ്ങൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ.